ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഹാളാണ് കാണുന്നത്. നമ്മൾ പെരുന്നാളിന് വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ അൽവദ മാളിലാണ് പോയത് കേട്ടോ, അബുദാബി. അപ്പോൾ അവിടെ അത്യാവശ്യം ഡ്രസ്സിൻ്റെ ഷോപ്സും അതുപോലെ ഐക്യയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്പ്ലാഷിൽ നിന്ന് വാങ്ങിയതെന്ന് പറയുന്നത് മോന് 2 ടീഷർട്ട്സാണ് കേട്ടോ, ഓവർ സൈസ്ഡ് 2 ടീഷർട്ട്സാണ്. അപ്പോൾ ഇത്തവണ പെരുന്നാൾ ഷോപ്പിംഗ് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യം, എല്ലാ ഷോപ്സിലും ഓഫ് വൈറ്റ് ലൈറ്റ് ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലുള്ള ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ കാണുന്നത്. അപ്പം മോനുള്ള ഡ്രസ്സ് മാത്രമാണ് അവിടെ നിന്ന്, ടീഷർട്ട്സുകൾ മാത്രമാണ് ഈ പറയുന്ന സ്പ്ലാഷിൽ നിന്ന് നമുക്ക് കിട്ടിയുള്ളൂ. അപ്പം നെക്സ്റ്റ് നമ്മൾ മാക്സിൽ നിന്നാണ് വാങ്ങിയത്. മാക്സിൽ നമുക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷർട്ട്, ഒരു സ്ട്രൈപ്പ് ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു മൂത്തയാൾക്ക്. അതുപോലെ തന്നെ അവൻ്റെ ഒരു ചെറിയ ടീഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ടോപ്പ്, മോൾക്കൊരു ടോപ്പ്. ഇതാണ് മോളുടെ ചെറിയ ക്രോപ്പ് ടോപ്പ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു ലൈറ്റ് ഗ്രീനിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാ ഷോപ്പിലും ഈ ഒരു കോമ്പിനേഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു ടോപ്പാണ്. അതിന് 45 ദിർഹംസാണ് കേട്ടോ. അപ്പം പിന്നെ മൂത്തയാൾക്കുള്ള ഇതാണ് കാർഗോ പാൻസും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 80 ദിർഹംസായിരുന്നു അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ട്രൈപ്പ് ഷർട്ടും അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 55 ദിർഹംസായിരുന്നു. പിന്നെ ഒരു സാധാ ടീഷർട്ട് 20 ദിർഹംസ്. അപ്പോൾ നെക്സ്റ്റ് ഷോപ്പ് LC വക്കീക്കി, ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണതെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ പോകുന്നത്. അപ്പോൾ അവിടുന്ന് കുട്ടികൾക്ക് 2 പേർക്കുള്ള ജീൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് പിന്നെ ബേബി ഷോപ്പിലാണ് പോയത്. ബേബി ഷോപ്പിൽ മോന് ടീഷർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഇളയാൾക്കുള്ള ടീഷർട്ട് ബേബി ഷോപ്പിൽ നിന്ന് കിട്ടി. അതിന് 49 ദിർഹംസായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും നമുക്കുള്ള ഡ്രസ്സുകൾ കിട്ടിയില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലുലു തന്നെ പോയി. എന്നിട്ട് ഈ ഒരു ടോപ്പാണ് എടുത്തത്. ഇതിന് 89 ദിർഹംസ്. ഒരു സിൽക്ക് മെറ്റീരിയൽ പോലെയൊക്കെയാണ്. കുറച്ച് മുത്തും അതുപോലെ കുറച്ച് ചെറിയൊരു വർക്കൊക്കെ ഫ്രണ്ടിലുണ്ട്. എനിക്ക് വലിയ തൃപ്തിയും കാര്യങ്ങളൊന്നും ആയില്ല. പക്ഷെ മടുത്തായിരുന്നു, നോമ്പും കൂടെ ആയതുകൊണ്ട് നമ്മൾ മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താണെങ്കിലും ഒത്തിരി പിന്നെ തിരയാനായിട്ടും പിന്നെ ഷോപ്പുകളിലൊന്നും കയറാനും വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് അതെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനൊരു മാച്ചിങ് ഷോളും എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഷോള് ഒരു യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ലൈറ്റിൽ എടുത്തേക്കുന്നതുകൊണ്ട് ഇച്ചിരി കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് കളറ്. അതിന് 18 ദിർഹംസായിരുന്നു. പിന്നെ ഹസ്ബൻഡിനും ലുലുന്ന് തന്നെയാണ് നമ്മൾ വാങ്ങിയത്. ഈ ഒരു ഷർട്ടും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ജീൻസാണ് എടുത്തത്. ഷർട്ടിന് 109 ദിർഹംസായിരുന്നു. പിന്നെ ഈ ഷർട്ടിന് മാച്ച് ചെയ്യുന്ന ഒരു ബ്ലാക്ക് ജീൻസ് സൺനെക്സിൻ്റെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ലുലുന്ന് മോൾക്ക് ഈ ഒരു ടീഷർട്ട് കണ്ടപ്പോൾ എനിക്ക് ഈ കളർ ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഗ്രീനാണ് എല്ലാത്തിലും ഉള്ളത്. അപ്പോൾ ഒരു റൗണ്ട് നെക്ക് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്തായിരുന്നു റേറ്റ് എന്ന് പറയുന്നത് 29 ദിർഹംസായിരുന്നു. പിന്നെ എനിക്കിതുപോലെ ഒരു ലോങ് ബ്ലാക്ക് മിഡി, ഇപ്പോൾ ഞാൻ ലൈറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ ഈ കളർ ഫീഡ് ആയത്, പ്യുവർ ബ്ലാക്കാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ഷോപ്പ് ചെയ്തത്. അത് അബുദാബി അൽവദ മാളിലാണ് ഇത്തവണ ഷോപ്പിങ്ങിനായിട്ട് പോയത്.
പിന്നെ ഇതെന്ന് പറയുന്നത് മോൾക്ക് മിനീസോ എന്ന് പറയുന്ന ഭയങ്കര ഒരു അഡിക്ഷനാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അവിടെ ഒന്ന് കയറി എന്തെങ്കിലും കാണുകയൊക്കെ ചെയ്യണം. അപ്പം ജസ്റ്റ് മിനീസോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾക്ക് ടിഫിൻ കൊണ്ടുപോകാനുള്ള ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് 20 ദിർഹംസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. മോനും കൂടെയാണ് പേ ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 20 ദിർഹംസ് ആണ്, അറൗണ്ട് 20 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അതിനുശേഷം നമ്മളവിടെ ഐക്കയിൽ കയറിയായിരുന്നു. ഐക്കയിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും പർച്ചേസ് ചെയ്തില്ല. നമ്മളിതിന് മുന്നേ വാങ്ങിയിട്ടുള്ള 1-2 കാര്യങ്ങളും അതുപോലെ തന്നെ പുതിയതായിട്ട് എനിക്ക് ഒരു പ്ലേറ്റ്സ് എന്തെങ്കിലും മേടിക്കണമായിരുന്നു. അപ്പോൾ അതും കൂടെ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ പോയത് മീൻസ് ഐക്യ കയറിയത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഹാൻഡ് വാഷൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റിയ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കിച്ചണിൽ ഹാൻഡ് വാഷ് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യാമെന്ന്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നമ്മൾ കിച്ചണിൽ വെക്കുമ്പോൾ എപ്പോഴും സിങ്കിൻ്റെ മുകളിൽ നമ്മൾ വെക്കുമ്പം പ്രസ് ചെയ്യുമ്പോൾ അത് മറിഞ്ഞ് വീഴും. അപ്പോൾ ഇത് ചില്ലിൻ്റെ ആകുമ്പോൾ ഇച്ചിരി വെയിറ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. നോക്കാം എന്താണേലും എങ്ങനെയാണെന്നുള്ളത്. ഇത്രയും വലിപ്പമൊക്കെയാണുള്ളത് കേട്ടോ. പ്രസ് ചെയ്തിട്ടൊക്കെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ വാങ്ങിയത് ഒരു ഡിഷ് ഡ്രൈയിങ് മാറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കും കേട്ടോ. നമ്മൾ പാത്രം കഴുകി കമത്തുന്നിടത്ത് എപ്പോഴും വെള്ളം വീണിട്ട് എൻ്റെ ഡിഷ് വാഷർ അതിന് താഴെയാണ് ഇരിക്കുന്നത്. അപ്പം ഡിഷ് വാഷറിലേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മാറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കട്ടിംഗ് ബോർഡ് ഓൾറെഡി ഉള്ളത് എൻ്റെ ചീത്തയായി. അപ്പോൾ അത് ഒരു കട്ടിംഗ് ബോർഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഒരു ട്രേ കാണുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ നല്ല കളേഴ്സിൽ ബ്ലാക്കും അതുപോലെ ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ടുള്ള ട്രേ കാണുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടേബിളിൽ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഓർഗനൈസ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നന്നായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഐസ് ട്രേ, നമ്മൾ ലൈം ജ്യൂസോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്യൂബ്സ് ആക്കാനായിട്ട് വെക്കുന്ന ഒരു ട്രേയും എടുത്തിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൽ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു സ്മെല്ല്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് സ്മെല്ലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണോടെ ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് മേടിച്ചു. പിന്നെ എന്നിട്ട് ഡൈനിങ് ടേബിളിൽ നമുക്ക് ചൂടുള്ള പോട്ട്സൊക്കെ വെക്കാനുള്ള ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്, ഒരു പോട്ട് സ്റ്റാൻഡ്. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ വാങ്ങിയിട്ടുള്ള സെയിം പ്ലേറ്റ് വെക്കുന്ന സ്റ്റാൻഡ് ഒരെണ്ണോടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് ഡ്രോയർ ഓർഗനൈസർ, നമുക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിളിലോ അല്ലെങ്കിൽ നമുക്ക് കിച്ചണിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു പീലറും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് സോസ്, വളരെ ചെറിയ ബോക്സാണ്. അപ്പോൾ സോസൊക്കെ ചിലപ്പോൾ കൊടുത്തു വിടണമെങ്കിൽ ഇതുപോലത്തെ ബോക്സ് സ്കൂളിലേക്ക് കൊടുക്കാനായിട്ട് വേണമായിരുന്നു എനിക്ക്, ചെറിയ കണ്ടെയ്നർ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് ഈ അടുത്ത ദിവസം ഇവിടുത്തെ ലുലുന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓഫറിൽ വന്നേക്കുന്നതാണ് വാൾ ഹാങ്ങിങ് മിറേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി കണ്ടപ്പോൾ. 15 ദിർഹംസ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓഫറിലുള്ള പ്രൈസാണ് 15 ദിർഹംസ്. കുറച്ചുകൂടെ പ്രൈസ് ഉണ്ട്, 20 or 25 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതുപോലെ നമുക്ക് വോളിൽ അറേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.